മതം ചോദിച്ച മനുഷ്യനെ കൊന്നവരും മദ്രസകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ. പാകിസ്ഥാൻ ഭീകരരുടെ വേരുകൾ മദ്രസകളിൽ തന്നെയെന്ന് ഒരിക്കൽ കൂടി അവർ തന്നെ വ്യക്തമാക്കുകയാണ്. ഇന്ത്യൻ സർജിക്കൽ സ്ട്രൈക്കിന് ഭയന്ന് പാകിസ്ഥാൻ മദ്രസകൾ അടച്ചു. POKയിൽ നിന്നും ഭീകരരെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇനി മദ്രസകളിൽ സൂക്ഷിക്കേണ്ടത് ഭക്ഷ്യധാന്യം മാത്രം. അവിടെ ഇനി മനുഷ്യന്മാർ വേണ്ട എന്ന ഒരു തീരുമാനവും എടുത്തിരിക്കുകയാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയത്. ഭാരതത്തിലേക്ക് നുഴഞ്ഞുകയറാൻ പരിശീലനം നൽകിയ ഭീകരരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ലോഞ്ച് പാഡുകൾ. അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 3 ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് പാകിസ്ഥാനിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റി എന്നാണ് മിലിറ്ററി ഇന്റലിജൻസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. മദ്രസകൾ പരിശോധിക്കപ്പെടേണ്ട ഇടങ്ങൾ എന്ന NIAയുടെ വെളിപ്പെടുത്തൽ ഇവിടെ ഒന്നുകൂടി ബലപ്പെടുകയാണ്. വിവിധ വസ്തുക്കളെ ട്രാക്കുകളിൽ സ്ഥാപിച്ച് ട്രെയിനുകൾ പാളം തെറ്റിക്കുന്നതിനെ കുറിച്ചുള്ള പരിശീലനം മദ്രസകളിൽ നൽകുന്നത് ഓൺലൈൻ വഴിയെന്ന് NIA വെളിപ്പെടുത്തിയിരുന്നു. NIAയും ഉത്തർപ്രദേശ് ATSഉം ചേർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഝാൻസിയിലും കാൺപൂരിലും ഇത്തരം ഗൂഢാലോചനകൾ നടന്നതായി വെളിപ്പെട്ടത്. ചില മദ്രസകളിലെ വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കി തീവണ്ടികൾ പാളം തെറ്റിക്കാൻ പ്രേരിപ്പിക്കുന്നതായാണ് NIA കണ്ടെത്തിയിരുന്നത്. കൂടാതെ ഇതിനായി യുവാക്കൾക്ക് പരിശീലനം നൽകുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി മേഖലയിലെ വിവിധ മദ്രസകളിൽ ഏജൻസികൾ റെയ്ഡ് നടത്തിയിരുന്നു. കൂടാതെ അന്വേഷണ സംഘം നിരവധി വീഡിയോകളും കണ്ടെടുത്തു. ഓൺലൈൻ മോഡ് വഴിയാണ് ഇത്തരം പരിശീലനം നൽകുന്നത്. കണ്ടെടുത്ത വീഡിയോകളിലും ഇത്തരം പരിശീലനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മദ്രസ അധ്യാപകരെയും ചോദ്യം ചെയ്തിരുന്നു. മദ്രസകളും മതപഠനവും എപ്പോഴും വിവാദ വിഷയങ്ങളാണ്. താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പുറമേ നിന്നുള്ള ആയുധ സാമ്പത്തിക പിൻബലം ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെയാണ് ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത്? മറ്റുള്ള മനുഷ്യരെ നിർദ്ദയം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനായി കൊലവിളി മുഴക്കാനുമുള്ള മനുഷ്യർ അവർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്ന വിശകലനങ്ങൾ ഇതിനു മുൻപും പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണം, അതിനുള്ള നിരന്തര അഭ്യാസം, മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ നീളുന്ന മതപഠനം, അന്യമത വിരോധം, ഇതൊക്കെ ഇതിന് ഒരു ഘടകങ്ങളായി വരുന്നു, അനുബന്ധ ഘടകങ്ങളായി വരുന്നു. അപ്പോൾ പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ, കാശ്മീർ, ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം താലിബാൻ പോലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പിന്തുണയ്ക്കുന്നതും സഹായിക്കുന്നതും പോറ്റുന്നതും താലിബാനും പാകിസ്ഥാനിലെ മറ്റ് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുമാണ്. ഇവരുടെ പ്രധാന ഉദ്ദേശം പാശ്ചാത്യ ലോകവുമായി യുദ്ധവും പിന്നെ കാശ്മീർ സംഘർഷം പരമാവധി നിലനിർത്തുക എന്നതുമാണ്. ഈ സംഘടനകളുടെ എല്ലാം വേരുകൾ ഇരിക്കുന്നത് മദ്രസകളിലാണ്, വിശേഷ്യ പാകിസ്ഥാനിലെ മദ്രസകളിൽ എന്നും പല റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. അവരെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സഹായിക്കുന്ന വിഭാഗങ്ങളും ഉണ്ട്. മതപരമായ ചില രാജ്യങ്ങളുടെ പ്രോജക്റ്റുകൾക്കാണ് ഈ മദ്രസകൾക്കുള്ള ഫണ്ടിംഗ് ലഭ്യമാക്കുന്നത്. അൽ-ഖ്വയ്ദയ്ക്കും ഈ മദ്രസകൾ വഴി തന്നെയായിരിക്കും ഫണ്ടിംഗ് ലഭിക്കുന്നത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ മദ്രസകളിൽ പഠിക്കുന്നത് ഭൂരിപക്ഷവും അഫ്ഗാൻ, പാകിസ്ഥാൻ പ്രദേശങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണ്. മറ്റ് വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ പിടിച്ച് ഇതിലേക്ക് മുങ്ങിത്താഴ്ത്തുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ മതവിദ്വേഷം ഉണ്ടാക്കുക, അന്യമതസ്ഥരോട് വെറുപ്പ് കുത്തിക്കയറ്റുക. കുറച്ചുകൂടി വളർന്നതിന് ശേഷം ഈ യുവാക്കൾക്ക് ആയുധ പരിശീലനവും മറ്റ് കായിക അഭ്യാസങ്ങളും കൊടുക്കുന്നു. എന്നിട്ട് മതമൗലികവാദികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ യുവാക്കളെ അവരുടെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. മദ്രസകൾ ആർക്കും പ്രയോജനം ചെയ്യുന്നില്ല. ഗുണനിലവാരം ഇല്ലാത്ത മദ്രസകൾ പൂട്ടണം എന്ന് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം നേരത്തെ വന്നിരുന്നു. മദ്രസകൾക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ധനസഹായം നിർത്തണമെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒരു നിർദ്ദേശവും കൊടുത്തു. മദ്രസകൾ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് സമൂഹത്തിൽ വരുത്തുന്നത് എന്ന വിലയിരുത്തലായിരുന്നു കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ആ കണ്ടെത്തലിലൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും മദ്രസകളെ ഒരിക്കലും അപമാനിക്കുകയല്ല, അവഹേളിക്കുകയല്ല. അതൊരു മതപഠന കേന്ദ്രമാണ്. ഒരു മതത്തിന്റെ മതപഠനം നടത്തുന്ന ഇടങ്ങളാണ്. നല്ല രീതിയിൽ നടക്കുന്ന മതപഠനം മാത്രം ലക്ഷ്യം വെച്ച് ഒരു മതസമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ട വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നതിന് മദ്രസകൾ, അങ്ങനെ പ്രവർത്തിക്കുന്ന മദ്രസകൾ ധാരാളം ഉണ്ടാകും. പക്ഷേ മദ്രസകളുടെ മറവിൽ ഇത്തരം പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം ഗൂഢപ്രവർത്തികൾ നടക്കുന്ന ചില റിപ്പോർട്ടുകൾ നേരത്തെ പലപ്പോഴും പുറത്തു വന്നിരുന്നു. അത് ശരിയാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്രസകളിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റാൻ പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവർ ശരിയായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ എന്തിനാണ് അവരെ ഒളിത്താവളങ്ങളിലേക്ക് മാറ്റുന്നത്? അപ്പോൾ മദ്രസ അവിടെ അതുവരെ കാശ്മീരിലുള്ള ചില മദ്രസകളിൽ ഭീകരന്മാരെ ഒളിച്ച് പാർപ്പിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പോൾ ഈ പഹൽഗാം സംഭവത്തിന് ശേഷം അവരെ മാറ്റാനുള്ള ഒരു ജാഗ്രത പാകിസ്ഥാൻ കാണിക്കുന്നതിന് പിന്നിൽ എന്ന് പൊതുസമൂഹം ചോദ്യം ഉയർത്തുകയാണ്. എന്തൊക്കെയായാലും ശരി, ഏത് സ്ഥലത്തല്ല, അതിനിപ്പോൾ ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ മദ്രസ തന്നെ വേണമെന്നില്ല. എവിടെ വേണമെങ്കിലും അവർക്ക് വിചാരിച്ചാൽ ഒളിച്ചിരിക്കാൻ പറ്റും. അവർ ആ രീതിയിൽ അവരുടെ
പ്ലാനിംഗ്, ആസൂത്രണങ്ങൾ അവർക്ക് മികച്ച രീതിയിൽ നടത്താൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഒരു പൊതു സ്ഥലം അല്ലെങ്കിൽ ഒരു മദ്രസ എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രം അങ്ങനെയാണ് എന്ന് വിലയിരുത്തുകയല്ല. പക്ഷേ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ തങ്ങളുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ മദ്രസകൾ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു പാകിസ്ഥാന്റെ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.